ആഭ്യന്തര അന്തർദേശീയ വിഷയങ്ങൾ സംഘർഷഭരിതമായ കാലയളവായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഭരണകാലം. ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഇറാൻ രാഷ്ട്രീയമായി വെല്ലുവിളി കൂടി നേരിടുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. ഇറാൻ ജുഡീഷ്യറിയിലും മതനേതൃത്വത്തിലും ആഴത്തിൽ ബന്ധങ്ങളുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതിന്റെ പേരിൽ ആഭ്യന്തരമായി കടുത്ത എതിർപ്പും അദ്ദേഹം നേരിടേണ്ടി വന്നു. ഇറാൻ മത പോലീസിന്റെ കാർക്കശ്യത്തിനെതിരെ വലിയ പ്രക്ഷോഭം തന്നെയാണ് നേരിടേണ്ടി വന്നതും. മത പോലീസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട മഹ്സ അമിനിക്ക് വേണ്ടി യുവത്വം തെരുവിലിറങ്ങിയതോടെ ഇറാൻ ഭരണകൂടം ശരിക്കും വിറച്ച അവസ്ഥയായിരുന്നു. തലമൂടുന്ന ശിരോവസ്ത്രം ധരിക്കാത്ത കുറ്റത്തിനാണ് അമിനിയെ പിടികൂടിയത്. മത പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ തലയ്ക്കടിയേറ്റാണ് 22-കാരിയായ അമിനി കൊല്ലപ്പെട്ടത്. ഇതോടെ വലിയ പ്രക്ഷോഭം നേരിട്ടു. തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറിയെറിഞ്ഞ് രോഷം പ്രകടിപ്പിച്ചു. മാസങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 551 പേരാണ് കൊല്ലപ്പെട്ടത്. 2000 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മഹ്സ അമിനിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തുകയും ചെയ്തു. മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്കയെന്ന് ബൈഡൻ പറഞ്ഞു. എന്നാൽ ഇതിനെയൊക്കെ അടിച്ചമർത്തൽ ശൈലിയിലാണ് ഇറാൻ പ്രസിഡന്റ് നേരിട്ടത്. മതകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന കാർക്കശ്യക്കാരനായിരുന്നു അദ്ദേഹം. ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ഏറ്റവും വലിയ ഷിയ തീർത്ഥാടന കേന്ദ്രവുമായ മഖ്ഹദിൽ 1960-ലാണ് റൈസിയുടെ ജനനം. 5 വയസ്സായിരിക്കെ പിതാവ് മരിച്ച റൈസി 1979-ൽ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി നയിച്ച ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കാളിയായി. 25-ാം വയസ്സിൽ ടെഹ്റാൻ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. 1988-ൽ എല്ലാ രാഷ്ട്രീയ എതിർപ്പുകളും അവസാനിപ്പിച്ച് എതിരാളികൾക്ക് കൂട്ടമരണം വിധിച്ച 4 ജഡ്ജിമാരിൽ ഒരാളായിരുന്നതും ഇബ്രാഹിം റൈസിയായിരുന്നു. എന്നാൽ മരണശിക്ഷ വിധിച്ചവരിൽ താനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പിന്നീട് ജുഡീഷ്യറി ഉപമേധാവിയായ അദ്ദേഹം 2014-ൽ ഇറാൻ പ്രോസിക്യൂട്ടർ പദവിയിലെത്തി. 2 വർഷം കഴിഞ്ഞ് രാജ്യത്തെ ഏറ്റവും ശക്തമായ മതസ്ഥാപനമായ ആസ്ഥാനെ ഖുദ്സ് റിസവിയുടെ തലപ്പത്ത് ആയത്തുള്ള ഖുമേനി അദ്ദേഹത്തെ നയിച്ചു. 2017-ൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2019-ൽ ജുഡീഷ്യറി മേധാവി പദവിയും തേടിയെത്തിയ റൈസി 2 വർഷത്തിനു ശേഷം 2021 ജൂണിൽ 62% വോട്ട് നേടി പ്രസിഡന്റായി. വൈകാതെ അടുത്ത പരമോന്നത ആത്മീയ നേതാവിനെ നിർണയിക്കാനുള്ള വിദഗ്ധ സഭയുടെ ഉപചെയർമാൻ പദവിയിലും റൈസി നിയമിതനായി. യുക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യയ്ക്ക് ആയുധങ്ങൾ അടക്കം നൽകി ഇബ്രാഹിം റൈസി പൂർണ്ണ പിന്തുണ നൽകുന്നത് യൂറോപ്പിനെ പ്രകോപിപ്പിച്ചിരുന്നു. അമേരിക്ക ഉപരോധമേർപ്പെടുത്തിയ ഇറാൻ നേതാക്കളുടെ പട്ടികയിൽ റൈസി ഉണ്ടായിരുന്നു. 2019-ൽ ഡൊണാൾഡ് ട്രംപാണ് റൈസിക്ക് വിലക്കേർപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച് ഇറാൻ പ്രകോപനം തീർത്തത് ലോകത്തെ മുഴുവൻ ചൊടിപ്പിച്ചിരുന്നു. ഇതിനിടയിലും ഇന്ത്യയുമായി ഊഷ്മള ബന്ധമാണ് റൈസി പുലർത്തിയത്. ഇന്ത്യയുമായി തുറമുഖ കരാർ അടക്കം നിലവിൽ വരുന്നത് അടുത്തിടെയാണ്.